നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയിലേക്കാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിക്കായുള്ള തിരച്ചിലിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെത്തി. നേവി സംഘത്തിന്റെ തിരച്ചിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കും. 33 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്നത്തെ ദൌത്യം ഫയർഫോഴ്സ് സ്കൂബ ടീം താൽക്കാലികമായി നിർത്തിയത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, അങ്ങനെ നേവിയുടെ ടീം കൂടി എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ നേതൃത്വത്തിൽ ഏത് തരത്തിലായിരിക്കും തിരച്ചിൽ? നാളെ എപ്പോൾ തിരച്ചിൽ ആരംഭിക്കും? പ്രവിത, നാളെ രാവിലെ 6:30 തന്നെ ഈ നേവി സംഘത്തിന്റെ ഉൾപ്പെടെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സ്കൂബ ടീമിന്റെ കൂടി ഒരു സഹായം, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ ഒരു സഹായം നേവിക്ക് ഉണ്ടാകും. നേവിയുടെ ഒരു മെഷീൻ ഉപയോഗിച്ചായിരിക്കും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ടണലിലേക്ക് ഇറക്കിയുള്ള ഒരു പരിശോധന നടത്തുക. മെഷീനിൽ ക്യാമറ ഉൾപ്പെടെയുള്ള ഈ സൗണ്ട് വേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അത്തരത്തിൽ ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷമാകും ഇതിനുള്ളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുക. ഇന്ന് നമ്മൾ കണ്ടതാണ്, അതായത് മാലിന്യം ഇങ്ങനെ കൂടിക്കിടക്കുക അല്ലെങ്കിൽ അട്ടിയിട്ട് കിടക്കുന്നത് കാരണം ഇത്തരത്തിൽ സ്കൂബ സംഘത്തിനുൾപ്പെടെ ഉള്ളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാലിന്യം മാറ്റും തോറും വീണ്ടും മാലിന്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ളൊരു സാഹചര്യം ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘത്തിന് ഇല്ലായിരുന്നു. അവസാനം അവരുടെ പരമാവധി ശ്രമവും നടത്തിയതിനു ശേഷമാണ് വൈകിട്ടോടുകൂടി അവർ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. എന്തായാലും നാളെ രാവിലെ 6:30 ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ പുനരാരംഭിക്കും. നേവിയുടെ കൂടി ഒരു സഹായം നാളെ മുതൽ ഉണ്ടാകും. നേവിയുടെ ആദ്യഘട്ട പരിശോധന ഇന്ന് തന്നെ നടന്നിരുന്നു. അത്തരത്തിൽ ഈ നേരത്തെ മേയർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം, രാവിലെ 6:30 തന്നെ ഇവർ പരിശോധന ആരംഭിക്കും. സ്കൂബ സംഘത്തിന്റെ കൂടി സഹായം തേടിയിട്ടുള്ള ഒരു പരിശോധനയായിരിക്കും നാളെ രാവിലെ ആദ്യം ആരംഭിക്കുക. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? ആരാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഹൈക്കോടതി പറഞ്ഞ കാര്യമുണ്ട്, കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, രേഖകൾ അനവധിയുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത്തരം ഉദ്യോഗസ്ഥരാണോ റെയിൽവേയിൽ ഇരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു പകതിരിവില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കൂടുതൽ പറയുന്നില്ല എന്ന്. ഇപ്പോ ഇത് പറയേണ്ട സമയമല്ല. അപ്പൊ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അത് നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിൽ പഴിചാറൽ തുടർന്ന റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും മാലിന്യം നീക്കേണ്ടത് കോർപ്പറേഷനാണെന്നും റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ വിജി പറഞ്ഞു. മാലിന്യം നീക്കം ചെയ്യാൻ പലതവണ കത്ത് നൽകിയിട്ടും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രനും ആരോപിച്ചു. റെയിൽവേക്ക് അയച്ച നോട്ടീസുകളുടെ പകർപ്പും കോർപ്പറേഷൻ പുറത്തുവിട്ടു. വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയിട്ട് മാത്രമാണ് കുറെയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. ഇത് ചെയ്യണമെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ചെയ്യും. ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO, STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. മാതാവ് മെൽഹിയുടെ ഏക ആശ്രയമാണ് ജോയി. ജോയിക്ക് അന്നു ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. മാരായമുട്ടം CSI പള്ളിക്ക് സമീപം റോഡിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ജോയിയുടെ ചെറിയ വീട്. ഹോളോ ബ്രിക്സും ആസ്പെറ്റോ ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടം. കയറി വരാൻ വഴി പോലുമില്ല. ഇവിടെ അമ്മയ്ക്കൊപ്പമാണ് അവിവാഹിതനായ ജോയി താമസിച്ചിരുന്നത്. കുടുംബം പോറ്റാൻ എന്ത് ജോലിക്കും ജോയി തയ്യാറായിരുന്നു. എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യും, എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും. ഇതിനു മുമ്പേ അവിടെ ചെന്ന് വേസ്റ്റ് വാരാൻ അവർ വിളിച്ചോണ്ട് പോകും, കോൺട്രാക്റ്റുകാർ വിളിച്ചോണ്ട് പോകും.
ഇവിടെ വന്ന് വണ്ടി കൊണ്ടുവന്ന് ബൈക്കിൽ കയറ്റിയാണ് ഞാൻ കൊണ്ടുപോയത് അവനെ. ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കാൻ ജോയി മുമ്പും പോയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ജോയിയെ കാണാനില്ലെന്ന് മാതാവ് മെൽഹി അറിയുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള ജോയിയുടെ സഹോദരനെയും ആലപ്പുഴയിലുള്ള സഹോദരിയെയും വിവരം അറിയിച്ചു. ആറ്റിൽ ശക്തമായ ഒഴുക്കിൽ പോലും നീന്തിയിരുന്ന ജോയിക്ക് ഇങ്ങനൊരു അപകടം പറ്റിയതിന്റെ ഞെട്ടലിലാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും അവർ കാത്തിരിക്കുകയാണ്. ജോയ് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ. 24 തിരുവനന്തപുരം. UAE മന്ത്രിസഭയിൽ സുപ്രധാന മാറ്റങ്ങൾ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. കായികം, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളിലും പുതിയ മന്ത്രിമാരെ നിയമിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പ്രഖ്യാപനം നടത്തിയത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ UAE പ്രതിരോധ മന്ത്രിയായും UAE ഉപപ്രധാനമന്ത്രിയായും നിയമിച്ചു. UAE ഗവൺമെന്റിന് ഹംദാൻ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനെയും ഉപപ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ അഡ്വാൻസ്ഡ് ടെക്നോളജി സഹമന്ത്രിയായിരുന്ന സാറ അൽ അമീരി ഇനി UAE വിദ്യാഭ്യാസ മന്ത്രിയാകും. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അഹമ്മദ് ബെൽഹൂലിന് കായിക വകുപ്പിന് ചുമതല നൽകി. മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രിയായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ ആക്ടിംഗ് മന്ത്രിയായും പ്രവർത്തിക്കും. ആലിയ അബ്ദുള്ള അൽ മജ്റൂയെ സംരംഭകത്വ സഹമന്ത്രിയായും നിയമിച്ചിട്ടുണ്ട്. 24 ദുബായ്. കുവൈറ്റിൽ വൻ എണ്ണശേഖരം കണ്ടെത്തി. ഫൈലാക്ക ദ്വീപിന് കിഴക്കുള്ള അൽ നോഖാദ തീരത്തിന് സമീപമാണ് എണ്ണശേഖരം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ CEO ഷെയ്ഖ് നവാഫ് അൽ സൗദ് പറഞ്ഞു. ലൈറ്റ് ഓയിലും ഗ്യാസും അടങ്ങിയ ഹൈഡ്രോ കാർബൺ സ്രോതസ്സുകൾ ഉൾപ്പെടെ 3.2 ബില്യൺ ബാരൽ ഇന്ധനമാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. കുവൈറ്റിൽ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി നേടിയ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി. സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധന നടത്താൻ പ്രത്യേക സമിതിയെ നിയമിച്ചു. ഫത്വ ബോർഡിന്റെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയത്. പിടിക്കപ്പെടുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് പുറമെ അനർഹമായി വാങ്ങിയ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുകയും തുടർന്ന് കേസെടുക്കാനുമാണ് തീരുമാനം. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 2000 മുതൽ ജോലിയിൽ പ്രവേശിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ജീവനക്കാരുടെ യോഗ്യത പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി ആദിലാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. കുടുംബത്തോടൊപ്പം അബ്ബാസിയയിലായിരുന്നു താമസം. അടയ്ക്കാനി വീട്ടിൽ മക്സൂറയാണ് ഭാര്യ. ഒമർ, ഒംനിയ, ഇമാദ് എന്നിവർ മക്കളാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് അബ്രയുടെ പരീക്ഷണയോട്ടത്തിന് ദുബായിൽ തുടക്കമായി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് ഇലക്ട്രിക് അബ്ര പുറത്തിറക്കിയത്. ദുബായിയുടെ ഇന്നലകളോട് ചേർന്ന് നിൽക്കുന്ന അബ്രകൾ മറ്റൊരു ചരിത്രം എഴുതുകയാണ്. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് അബ്രകൾ അധികം വൈകാതെ ദുബായ് ക്രീക്കിൽ യാത്രക്കാരുമായി സഞ്ചരിക്കും. ഇത്തരം അബ്രകളുടെ പരീക്ഷണയോട്ടത്തിന് ദുബായിൽ തുടക്കമിട്ടതായി RT അറിയിച്ചു. 11 മീറ്റർ നീളവും 3.1 മീറ്റർ വീതിയുമാണ് അബ്രയ്ക്കുള്ളത്. ഇതിൽ 20 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും. 2 ഇലക്ട്രിക് മോട്ടോറുകളാണ് ഇതിനുള്ളത്. ഷെയ്ഖ് സായിദ് റോഡ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലാണ് പരീക്ഷണയോട്ടം നടക്കുന്നതെന്നും സാധാരണ 20 പേർ കയറാവുന്ന അബ്രകളുമായി പുതിയ അബ്രകളുടെ പ്രകടനം നിരീക്ഷിച്ചു വരികയാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവയുടെ സേവനം ലഭ്യമാക്കുക എന്നും RTA ചെയർമാൻ മത്രൽ തായർ പറഞ്ഞു. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ചതിനാൽ അബ്രകളുടെ നിർമ്മാണ സമയം സാധാരണയിൽ നിന്ന് 90%, ചെലവ് 30% ലാഭിക്കാനായെന്നും RTA വ്യക്തമാക്കി. അതേസമയം 2025 ദുബായിലെ അബ്ര സ്റ്റേഷനുകളുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് RTA അറിയിച്ചു. 24 ദുബായ്. ആലപ്പുഴ മാവേലിക്കര മാമ്മൂട്ടിൽ പരേതനായ MK എബ്രഹാമിന്റെയും സൂസിയുടെയും മകനും മീഡിയ കൺസൾട്ടന്റുമായ M സുനു കൊച്ചിയിൽ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെത്തിക്കും. ഉച്ചയ്ക്ക് 1:30 ശുശ്രൂഷകൾക്ക് ശേഷം പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സംസ്കരിക്കും. കാസർഗോഡ് തൃക്കരിപ്പൂർ തങ്കയം സ്വദേശി മുജീബ് റഹ്മാൻ കുവൈറ്റിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈറ്റിലെ അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 54 വയസ്സായിരുന്നു. തങ്കയം സ്വദേശി റഹ്മത്താണ് ഭാര്യ. മുബഷീറ, മുഹ്ലിഖ് എന്നിവരാണ് മക്കൾ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ KMA മാഗ്നറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും പനിമരണം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, മരിച്ചതാരാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, പനിമരണമുണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഞായറാഴ്ച, അതായത് ഇന്ന് വൈകുന്നേരം ആണ് ഈ ഒരു മരണം സംഭവിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഈ ഒരു വിനീഷ്, ഉള്ളിയേരി സ്വദേശിയാണ്. ഉള്ളിയേരി ആനവാതിൽ പുതിയോട്ടി മീത്തൽ വിനീഷ് 36 വയസ്സാണ് മരിച്ചത്.
കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുഴഞ്ഞു വീണു. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അവിടെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം മരണം സംഭവിച്ചു. മറ്റൊന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള ഒരു മരണമാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന ആളാണ്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ കുന്നിക്കൂട്ടത്തിൽ പ്രബിൻ 37 വയസ്സ് ആണ് മരിച്ചത്. ഈ 2 മരണങ്ങളും സംഭവിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നാണ്. പ്രവിത മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വാഹനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നു. തൃശൂർ ചന്ദ്രാപിന്നിയിൽ മിന്നൽ ചുഴിയിൽ 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. കോഴിക്കോട് മുക്കം കുറ്റിപ്പാല റോഡിൽ PC തിയേറ്ററിന് സമീപം തണൽ മരം ഒടിഞ്ഞു വീണു. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നു. മുക്കം നഗരത്തിൽ ഉൾപ്പെടെ വൈദ്യുതി തടസ്സപ്പെട്ടു. 4 ബൈക്കുകൾക്ക് കേടുപാടുണ്ടായി. കൊടിയത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരങ്ങൾ വീണു. മേപ്പയ്യൂർ കൊഴുക്കല്ലൂരിൽ 15 മീറ്ററോളം നീളമുള്ള മതിൽക്കെട്ട് തകരുകയും കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഹിൽ ടൂറിസം മേഖലകളിലും ബീച്ചുകളിലും സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. തൃശൂർ ചന്ദ്രാപിന്നിയിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന അതിശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. 2 വീടുകൾ ഭാഗികമായി തകർന്നു. ഇടുക്കി ലോവർ പെരിയാർ പവർ ഹൗസിന് സമീപം മണ്ണിടിഞ്ഞു. പവർ ഹൗസിനോട് ചേർന്നുള്ള സ്വിച്ച് യാർഡിലേക്കാണ് മണ്ണിടിഞ്ഞത്. പാല ഐക്കൊമ്പിൽ അതിശക്തമായ കാറ്റിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും. നാളെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, LTT തിരുവനന്തപുരം എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് എന്നിവയാണ് വഴിതിരിച്ചുവിട്ടത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്? നിലവിൽ ഈ ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണോ? ഏതെങ്കിലും ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ രത്നഗിരി ജില്ലയിലാണ് ഇന്ന് വൈകിട്ട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ട്രാക്കിലേക്ക് മണ്ണ് വീണ് ഗതാഗതം പൂർണ്ണമായി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. ഈ സമയം ഇതുവഴി കടന്നു പോകേണ്ടിയിരുന്ന ട്രെയിനുകൾ പലതും അതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും റെയിൽവേ ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നതായുള്ള വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ പലതും ഇതുവഴി വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് അതിപ്പോൾ കല്യാൺ, ലോണാവലെ, പൂനെ, മഡ്ഗാവ്, തോങ്കൂർ വഴി മാഹം ജംഗ്ഷനിലേക്ക് എത്തുന്ന രീതിയിൽ വഴിതിരിച്ചു വിടുന്നു. ഇതേ രീതിയിൽ തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് വഴിതിരിച്ചു വിടുന്നുണ്ട്. ലോകമാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ട്രെയിനും ഇപ്പോൾ ഇതേ വഴി തന്നെ പൂനെ വഴി വഴിതിരിച്ച് മഡ്ഗാവിൽ ഗോവയിലെത്തിയതിനു ശേഷം മംഗളൂരുവിലേക്ക് എത്തുന്ന രീതിയിൽ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചില ട്രെയിനുകൾ അത് റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ദിവ രത്നഗിരി പാസഞ്ചർ എക്സ്പ്രസ് ഇന്ന് ഉണ്ടായിരുന്ന ട്രെയിന് ഇത് പൂർണ്ണമായി തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം റെയിൽവേ തുടരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊങ്കണിൽ സമാനമായ രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ തുരങ്കത്തിൽ ഉണ്ടാകുകയും വലിയ തോതിൽ ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ PSC അംഗത്വ കോഴ ആരോപണത്തിൽ വഴിത്തിരിവ്. CPIM പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയിട്ടില്ലെന്ന് ചേമായൂർ സ്വദേശി ശ്രീജിത്ത്. താനും പ്രമോദും നല്ല സുഹൃത്തുക്കളാണെന്നും ശ്രീജിത്ത് 24നോട് പറഞ്ഞു. പ്രമോദ് കോട്ടൂളിക്ക് തൊഴിൽ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന പാർട്ടിയുടെ കണ്ടെത്തലും പുറത്തുവന്നു.
കോഴ ആരോപണം ഉയർന്ന ശേഷം ആദ്യമായാണ് 22 ലക്ഷം രൂപ പ്രമോദ് കോട്ടുളിക്ക് നൽകിയെന്ന് പറയുന്ന ചേവായൂർ സ്വദേശി ശ്രീജിത്തിന്റെ പ്രതികരണം പുറത്തു വരുന്നത്. പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ആവശ്യം തന്റെ കുടുംബത്തിനില്ലെന്നും പണം നൽകിയിട്ടില്ലെന്നും ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. തന്റെ പേര് വലിച്ചിഴച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആരാ എന്താ വ്യാഖ്യാനിച്ചതെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും അവന് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പ്രമോദിന് തൊഴിൽ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് പുറത്താക്കലിന് പിന്നാലെ പുറത്തുവരുന്ന വിവരം. അതേസമയം പ്രമോദ് പോലീസിനെ സമീപിക്കും. ഗൂഢാലോചന ഇപ്പോൾ എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ്? അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം, അത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ഇത്തരം ആളുകൾ പുറത്തു വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത്. BJPയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചാൽ നിയമപരമായി നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു FIR ഇടാത്തത്? സമഗ്ര അന്വേഷണം വേണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും ആവശ്യപ്പെട്ടു. അതിനിടെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിനെതിരെ പ്രമോദ് കോട്ടുളി രംഗത്തെത്തി. എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്ന് പ്രേംകുമാർ ഇല്ലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രമോദ് കുറിച്ചു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസ്. ഇന്ധനം നിറച്ചതിന്റെ മുഴുവൻ പണവും നൽകാതെ പോകാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം. അക്രമം നടത്തിയ സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മെസ് ഡ്രൈവർ സന്തോഷ് കുമാർ കാറുമായി ടൗണിലെ NKBT പമ്പിലെത്തി 2100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. തുടർന്ന് 1900 രൂപ മാത്രം നൽകി പോകാൻ ശ്രമിച്ചു. പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ അവശേഷിക്കുന്ന പണം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് കൂട്ടാക്കാതിരുന്ന പോലീസുകാരൻ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി ഏറെ ദൂരം മുന്നോട്ട് പോയി. വാഹനം നിർത്തിയത് ട്രാഫിക് സ്റ്റേഷന് മുന്നിൽ. ഞെട്ടിക്കുന്ന അതിക്രമം. എവിടം വരെ പോയി? ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരെ പോയി. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അവിടെ വരെ പോയി. നല്ല ദൂരം പോയല്ലോ. എന്നിട്ട് പിന്നെ വണ്ടി നിർത്തിയോ പുള്ളി? ട്രാഫിക് സ്റ്റേഷൻ അയാൾ അവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു, അവിടെ നിർത്തി വണ്ടി. പരാതി കൊടുത്തോ സ്റ്റേഷനിൽ? എന്ത് പറഞ്ഞു അവര്? നടപടി എടുക്കുന്നുണ്ട്. അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നിർത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ പോലീസുകാരൻ മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയിരുന്നു. പരാക്രമം വിവാദമായതോടെ സന്തോഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. 24 കണ്ണൂർ. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.